നിങ്ങൾ വർദ്ധിച്ചുവരുന്ന ശരീരഭാരം കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ? ലക്ഷക്കണക്കിന് വഴികൾ പരീക്ഷിച്ചു, പക്ഷെ ഫലമൊന്നും കാണുന്നില്ലേ? എങ്കിൽ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ചായയിൽ ഈ 2 കാര്യങ്ങൾ ചേർത്താൽ മാത്രം മതി. നിങ്ങളുടെ വണ്ണം മെല്ലെ മെല്ലെ തനിയെ കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ആയുർവേദ വിദ്യ കൊഴുപ്പ് കുറയ്ക്കുക മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തെ ഉള്ളിൽ നിന്ന് ബലപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ലളിതവും എന്നാൽ അത്ഭുതകരവുമായ ഒരു വിദ്യയാണ് ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നു. ഒരിക്കൽ ഒരു യുവാവുണ്ടായിരുന്നു. അവൻ തന്റെ അമിതഭാരം കാരണം വളരെയധികം വിഷമിച്ചിരുന്നു. ആളുകൾ അവനെ തടിയ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അതിനാൽ അവൻ വളരെ ദുഃഖിതനായിരുന്നു. ഭാരം കുറയ്ക്കാൻ അവൻ പല വഴികളും നോക്കി. ഡയറ്റിംഗ്, ജിം, മരുന്നുകൾ. പക്ഷേ ഒരു പ്രയോജനവുമുണ്ടായില്ല. ഒടുവിൽ തളർന്ന് അവൻ ആകെ നിരാശനായി. ഒരു ദിവസം അവന്റെ ഒരു പരിചയക്കാരൻ ആരോഗ്യത്തെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും ആഴത്തിൽ അറിവുള്ള പ്രശസ്തനായ ഒരു ആയുർവേദ ആചാര്യനായ ഗുരുജിയെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവിടെ ഒരുപക്ഷെ തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമെന്ന് യുവാവിന് തോന്നി. അവൻ ഉടനെ ഗുരുവിന്റെ അടുത്തെത്തി കൈകൾ കൂപ്പി പറഞ്ഞു, "ഗുരുജി, എന്റെ ഭാരം തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്നെ കളിയാക്കുന്നു. ഞാൻ എല്ലാ വഴികളും പരീക്ഷിച്ചു നോക്കി. പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. അങ്ങ് തന്നെ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം." ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "മകനെ, നീ ചായ കുടിക്കാറുണ്ടോ?" യുവാവ് ഉടനെ മറുപടി പറഞ്ഞു, "അതെ ഗുരുജി, ഞാൻ ദിവസവും രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കാറുണ്ട്." ഗുരുജി പറഞ്ഞു, "വളരെ നല്ലത്. ചായ എല്ലാവരും കുടിക്കാറുണ്ട്. ഞാൻ നിനക്ക് എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം. നീ നിന്റെ ചായയിൽ വെറും 2 കാര്യങ്ങൾ ചേർത്താൽ മതി. മെല്ലെ മെല്ലെ നിന്റെ ഭാരം തനിയെ കുറയാൻ തുടങ്ങും. കഠിനമായ അധ്വാനമോ കടുപ്പമുള്ള ഡയറ്റിംഗോ ഒന്നും വേണ്ട." യുവാവിന് അത്ഭുതമായി. വെറും ചായയിൽ എന്തെങ്കിലും ചേർത്താൽ എങ്ങനെ വണ്ണം കുറയുമെന്ന് അവന് മനസ്സിലായില്ല. അവൻ ആകാംക്ഷയോടെ ചോദിച്ചു, "ഗുരുജി, ഏതാണ് ആ അത്ഭുതകരമായ വിദ്യ? ദയവായി പറഞ്ഞുതരൂ." ഗുരുജി മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകനെ, ക്ഷമയോടെയിരിക്കൂ. ആ രഹസ്യം ഞാൻ നിനക്ക് തീർച്ചയായും പറഞ്ഞുതരാം. പക്ഷേ അതിനു മുൻപ് ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിക്കുന്നത് എന്തിനാണെന്നും അതിനെ സന്തുലിതമാക്കാനുള്ള ശരിയായ മാർഗമെന്താണെന്നും നീ മനസ്സിലാക്കണം." ഗുരുജി പറഞ്ഞു, "മകനെ, ആദ്യം ശരീരത്തിലെ കൊഴുപ്പ് എന്തിനാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം തെറ്റായ സമയത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് അത് ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല. ഇത് ശരീരത്തിൽ കൊഴുപ്പിന്റെ രൂപത്തിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് മധുരം, എണ്ണയിൽ വറുത്തവ, മൈദ എന്നിവ ശരീരത്തിൽ വേഗത്തിൽ കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നു." ഗുരുജി തുടർന്നു, "ഇതുകൂടാതെ നമ്മൾ വളരെയധികം സമയമിരിക്കുകയും ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കരിഞ്ഞുപോകുന്നില്ല. നമ്മുടെ ദിനചര്യ തന്നെയാണ് നമ്മുടെ ഭാരം കൂടുന്നതിനും കുറയുന്നതിനും ഏറ്റവും വലിയ കാരണം." യുവാവ് ആകാംക്ഷയോടെ ചോദിച്ചു, "അപ്പോൾ ഗുരുജി, ഇതിനെന്താണ് പരിഹാരം?" ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പരിഹാരം ലളിതമാണ്. ഒന്നാമതായി, ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക. ലഘുവായതും സാത്വികവുമായ ആഹാരം കഴിക്കുക. രണ്ടാമതായി, അല്പം നടക്കലും വ്യായാമവും ആവശ്യമാണ്. എന്നാൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ ദിവസേനയുള്ള ചായയിൽ 2 കാര്യങ്ങൾ ചേർക്കുക. ഇത് നിന്റെ മെറ്റബോളിസം വേഗത്തിലാക്കുകയും ശരീരത്തിലെ അധിക കൊഴുപ്പ് മെല്ലെ മെല്ലെ ഇല്ലാതാക്കുകയും ചെയ്യും." ഗുരുജി പറഞ്ഞു, "മകനെ, ആ 2 കാര്യങ്ങൾ ഇവയാണ്: പെരിഞ്ജീരകവും സോൺഫ്, കറുവാപ്പട്ടയും, ഡൽച്ചിനി, സിനമൺ. നീ ഇവ ചായയിലിടുമ്പോൾ അത് വെറുമൊരു സാധാരണ ചായയല്ല, മറിച്ച് അമൃതായി മാറും." യുവാവ് ഞെട്ടലോടെ ചോദിച്ചു, "ഗുരുജി, പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ഇത് എങ്ങനെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും?" ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകനെ, ഇത് ഭാരം കുറയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് നിന്റെ ശരീരത്തിന് മറ്റ് പല ഗുണകരമായ കാര്യങ്ങളും ചെയ്യും. ഈ 2 കാര്യങ്ങളും നിന്റെ ശരീരത്തിന് എങ്ങനെ ശക്തിയും സന്തുലിതാവസ്ഥയും നൽകുമെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഒന്നാമത്തെ ഗുണം മെറ്റബോളിസം. ഗുരുജി പറഞ്ഞു, "മകനെ, ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഗുണം ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ്. പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ചേർക്കുന്നത് ശരീരത്തിന്റെ മെറ്റബോളിസം വേഗത്തിലാക്കുന്നു. ഇത് കൊഴുപ്പ് കത്തുന്ന ഫാറ്റ് ബേണിംഗ് പ്രക്രിയ സ്വാഭാവികമായി വർദ്ധിപ്പിക്കുന്നു." യുവാവ് ആകാംക്ഷയോടെ ചോദിച്ചു, "ഗുരുജി, മെറ്റബോളിസം വേഗത്തിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?" ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നോക്കൂ മകനെ, നിന്റെ ശരീരം ഒരു അടുപ്പ്, സ്റ്റോവ് പോലെയാണെന്ന് കരുതുക. ഈ അടുപ്പിൽ തീ ശക്തമാണെങ്കിൽ വിറക് വേഗത്തിൽ കത്തിച്ചാരമായി മാറുന്നു. എന്നാൽ തീ കുറവാണെങ്കിൽ വിറക് മെല്ലെ മെല്ലെ കത്തുകയും വളരെ നേരം അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു." യുവാവ് തലയാട്ടി, "അതേ ഗുരുജി, മനസ്സിലായി. എന്നാൽ ഇതിന് ശരീരവുമായി എന്ത് ബന്ധമാണുള്ളത്?" ഗുരുജി വിശദീകരിക്കാൻ തുടങ്ങി, "നിന്റെ മെറ്റബോളിസം ആ തീ പോലെയാണ്. അത് വേഗത്തിലാണെങ്കിൽ നീ കഴിക്കുന്നതെന്തും പെട്ടെന്ന് ഊർജ്ജമായി മാറും. അത് ശരീരത്തിൽ കൊഴുപ്പായി അടിഞ്ഞുകൂടില്ല. എന്നാൽ അത് മന്ദഗതിയിലാണെങ്കിൽ ഭക്ഷണം ശരിയായി കരിഞ്ഞുപോകില്ല.
മറിച്ച് ശരീരത്തിൽ അധിക കൊഴുപ്പായി അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഇത് ഭാരം കൂടാൻ കാരണമാകും. യുവാവ് ഞെട്ടിപ്പോയി. ഓ, അപ്പോൾ പെട്ടെന്ന് തടിക്കുന്നവരുടെ മെറ്റബോളിസം മന്ദഗതിയിലായിരിക്കുമെന്നാണോ? ഗുരുജി ശരിവച്ചു. തീർച്ചയായും. അതുകൊണ്ടാണ് ചിലർ ഒരുപാട് ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്നത്. എന്നാൽ ചിലർ കുറച്ചു കഴിച്ചാൽ പോലും തടിച്ചുപോകുന്നു. പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ചേർക്കുന്നതുവഴി ഈ അടുപ്പ്, അതായത് നിന്റെ മെറ്റബോളിസം വേഗത്തിലാകുന്നു. ഇത് ശരീരം വേഗത്തിൽ കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങുകയും ഭാരം കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. യുവാവ് ഇപ്പോൾ കൂടുതൽ ആകാംക്ഷയിലായി. ഗുരുജി, എന്നാൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഗുരുജി വിശദമായി പറഞ്ഞു. പെരിഞ്ജീരകത്തിൽ ദഹനവ്യവസ്ഥയെ ശരിയാക്കുന്നതും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ, ടോക്സിൻസ് പുറന്തള്ളുന്നതുമായ പ്രകൃതിദത്ത ഘടകങ്ങളുണ്ട്. ദഹനം ശരിയാകുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറയുന്നു. മറുവശത്ത് കറുവാപ്പട്ട ശരീരത്തിലെ ഇൻസുലിൻ നിയന്ത്രിക്കുകയും കൊഴുപ്പ് സംഭരിക്കുന്നത് കുറയ്ക്കുകയും ഊർജ്ജം വേഗത്തിൽ കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതായത് തീ കത്തുന്ന വിറകിനെ കത്തിച്ചു കളയുന്നതുപോലെ ഈ രണ്ട് കാര്യങ്ങളും നിന്റെ ശരീരത്തിലെ കൊഴുപ്പിനെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കും. യുവാവ് സന്തോഷത്തോടെ പറഞ്ഞു. ഗുരുജി, ഇത് ശരിക്കും അത്ഭുതകരമായൊരു വഴിയാണ്. അതായത് ചായയിൽ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തു കുടിച്ചാൽ എന്റെ ഭാരം കുറയാൻ തുടങ്ങും. ഗുരുജി തലയാട്ടി. അതേ മകനെ, എന്നാൽ ഇതിന് മറ്റു പല ഗുണങ്ങളുമുണ്ട്. ഭാരം കുറയ്ക്കുക മാത്രമല്ല, ഇത് നിന്റെ ശരീരത്തെ മറ്റു പലതരത്തിലും ബലപ്പെടുത്തും. ഇനി രണ്ടാമത്തെ വലിയ ഗുണം കേൾക്കൂ. രണ്ടാമത്തെ ഗുണം ദഹനം. ഗുരുജി പറഞ്ഞു. മകനെ, രണ്ടാമത്തെ പ്രധാന ഗുണം ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ചേർക്കുന്നത് ഗ്യാസ്, ശരീരവീക്കം, ബ്ലോട്ടിംഗ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു. ഇത് വയറിന് ആശ്വാസവും ആരോഗ്യവും നൽകുന്നു. യുവാവ് അത്ഭുതത്തോടെ ചോദിച്ചു. ഗുരുജി, ഇതെങ്ങനെ സാധ്യമാകും? ചായയിൽ പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ചേർത്താൽ വയറിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മകനെ, ഞാൻ നിനക്കൊരു ഉദാഹരണം തരാം. അപ്പോൾ നിനക്കിത് നന്നായി മനസ്സിലാകും. നിന്റെ വീട്ടിൽ മാലിന്യവും അഴുക്കും നിറഞ്ഞ ഒരു ഓവുചാൽ, ഡ്രെയിനുണ്ടെന്ന് കരുതുക. വെള്ളം അതിലൂടെ ഒഴുകാൻ ശ്രമിക്കുമ്പോൾ അത് ശരിയായി ഒഴുകാതെ തടസ്സമുണ്ടാകുന്നു. പതുക്കെ ഓവുചാലിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങുകയും കീടങ്ങൾ പെരുകുകയും ചെയ്യുന്നു. യുവാവ് തലയാട്ടി. അതേ ഗുരുജി, ഓവുചാൽ വൃത്തിയാക്കിയില്ലെങ്കിൽ അത് അഴുക്ക് നിറഞ്ഞ പ്രശ്നമുണ്ടാക്കും. ഗുരുജി പറഞ്ഞു. ഇനി ഇതിനെ നിന്റെ ദഹനവ്യവസ്ഥയുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കൂ. നമ്മൾ ക്രമരഹിതമായി വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുകയോ തെറ്റായ സമയത്ത് ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ വയറിനുള്ളിലും ഇതുപോലെയുള്ള തടസ്സങ്ങളുണ്ടാകാൻ തുടങ്ങുന്നു. അഴുക്കുചാലിലെ ദുർഗന്ധവും തടസ്സങ്ങളും പോലെയാണ് വയറ്റിലെ ഗ്യാസ്, അസിഡിറ്റി, വീക്കം എന്നിവ. യുവാവ് ഞെട്ടിപ്പോയി പറഞ്ഞു. ഓ, അതായത് ദഹനം ശരിയല്ലെങ്കിൽ ശരീരത്തിനുള്ളിലും അഴുക്ക് അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഗുരുജി തലയാട്ടി. തീർച്ചയായും. അതുകൊണ്ടാണ് ചിലർക്ക് വയറെപ്പോഴും ഭാരമുള്ളതായി തോന്നുന്നത്. അവർക്ക് കൂടെ അസിഡിറ്റിയും ഗ്യാസും ഉണ്ടാകുന്നു. എന്നാൽ ചിന്തിക്കൂ, നമ്മൾ ആ ഓവുചാലിൽ ദിവസവും കുറച്ച് ചൂടുവെള്ളവും നാരങ്ങാനീരും ഒഴിച്ചാൽ എന്തു സംഭവിക്കും? യുവാവ് ആവേശത്തോടെ പറഞ്ഞു. ഗുരുജി, അപ്പോൾ ആ ഓവുചാൽ തനിയെ വൃത്തിയായിക്കൊണ്ടിരിക്കും. അതിൽ തടസ്സമുണ്ടാകില്ല. ഗുരുജി പുഞ്ചിരിച്ചു. ശരിയാണ്. ഇതുതന്നെയാണ് പെരിഞ്ജീരകവും കറുവാപ്പട്ടയും നിന്റെ ശരീരത്തിൽ ചെയ്യുന്നത്. പെരിഞ്ജീരകം വയറിലെ ചൂട്, കുറച്ച് ഗ്യാസും വീക്കവും ഇല്ലാതാക്കുന്നു. അതേസമയം കറുവാപ്പട്ട ദഹനശക്തി വർദ്ധിപ്പിച്ച് ഭക്ഷണം വേഗത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. വയർവൃത്തിയായിരിക്കുമ്പോൾ ശരീരത്തിനും ഉന്മേഷവും ലഘുത്വവും അനുഭവപ്പെടും. യുവാവ് സന്തോഷത്തോടെ പറഞ്ഞു. ഗുരുജി, ഇതിനർത്ഥം ഞാൻ ഈ ചായ ദിവസവും കുടിച്ചാൽ എന്റെ ദഹനം നന്നാവുകയും വയറിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്യുമെന്നാണല്ലോ? ഗുരുജി പറഞ്ഞു. അതേ മകനെ, പക്ഷെ ഇത് തുടക്കം മാത്രമാണ്. ഈ ചായയ്ക്ക് നിന്റെ ശരീരം മുഴുവൻ ബലപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു അത്ഭുതകരമായ ഗുണവുമുണ്ട്. ഇനി മൂന്നാമത്തെ വലിയ ഗുണം കേൾക്കൂ. മൂന്നാമത്തെ ഗുണം ഡിറ്റോക്സ്. ഗുരുജി പറഞ്ഞു. മകനെ, ഈ ചായ ഭാരം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മാത്രമല്ല, ഇതിന്റെ മൂന്നാമത്തെ വലിയ ഗുണം ശരീരത്തെ ഡിറ്റോക്സ് ചെയ്യുക എന്നതാണ്. അതായത് ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന് തിളക്കം നൽകുകയും കരളിനെ ലിവർ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. യുവാവ് ആകാംക്ഷയോടെ ചോദിച്ചു. ഗുരുജി, ശരീരത്തിൽ വിഷാംശം എവിടെ നിന്നാണ് വരുന്നത്? അവ എങ്ങനെയാണ് ദോഷം ചെയ്യുന്നത്? ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിന്തിക്കൂ മകനെ, നിന്റെ വീട്ടിൽ ദിവസവും വൃത്തിയാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യുവാവ് പറഞ്ഞു. ഗുരുജി, അപ്പോൾ വീട്ടിൽ പൊടിയും ചിലന്തിവലയും അഴുക്കും അടിഞ്ഞുകൂടും, ദുർഗന്ധം വരാൻ തുടങ്ങും, അസുഖങ്ങളും കൂടും. ഗുരുജി പറഞ്ഞു. അതുതന്നെയാണ് നിന്റെ ശരീരത്തിന്റെയും അവസ്ഥ. നമ്മൾ ദിവസവും പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, രാസവസ്തുക്കളുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ, മലിനമായ വെള്ളം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നു. ഈ അഴുക്ക് നമ്മുടെ രക്തത്തിൽ കലരുകയും സാവധാനം നമ്മുടെ ചർമ്മം, കരൾ, വൃക്ക എന്നിവയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചിലരുടെ മുഖം വാടിയതായി കാണപ്പെടുന്നത്.
ചർമ്മം വരളുന്നു, മുടി കൊഴിയാൻ തുടങ്ങുന്നു, ശരീരത്തിൽ ക്ഷീണം നിലനിൽക്കുന്നു. യുവാവ് ആശങ്കയോടെ പറഞ്ഞു, ഗുരുജി, അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? ഗുരുജി ലളിതമായി പറഞ്ഞു, നിന്റെ ചായയിൽ പെരിഞ്ജീരകവും കറുവാപ്പട്ടയുമിട്ട് കുടിക്കാൻ തുടങ്ങിയാൽ മതി. പെരിഞ്ജീരകത്തിൽ രക്തം ശുദ്ധീകരിച്ച് ചർമ്മത്തിന് തിളക്കം നൽകുന്ന ഡിറ്റോക്സിഫയിങ് ഗുണങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ അധിക ജലവും അഴുക്കും പുറന്തള്ളി കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. അതേസമയം കറുവാപ്പട്ട കരളിനെ ബലപ്പെടുത്തി വിഷാംശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതുവഴി ശരീരത്തിന്റെ ശുചീകരണം തനിയെ നടക്കുന്നു. യുവാവ് അത്ഭുതത്തോടെ ചോദിച്ചു, ഗുരുജി, ഇതിന്റെ ഫലം പെട്ടെന്ന് കാണുമോ? ഗുരുജി പുഞ്ചിരിച്ചു. മകനെ, വീട് വൃത്തിയാക്കുന്നത് ദിവസവും ചെയ്യേണ്ട കാര്യമാണല്ലോ. അതുപോലെ ശരീരത്തിന്റെ ശുചീകരണവും ഒരു പ്രക്രിയയാണ്. നീ ഇത് പതിവായി ദിനചര്യയുടെ ഭാഗമാക്കുമ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിന്റെ ചർമ്മം തിളങ്ങുന്നതായും ശരീരം ഉന്മേഷഭരിതമായതായും ദഹനം മെച്ചപ്പെട്ടതായും നിനക്ക് തന്നെ അനുഭവപ്പെടും. യുവാവ് ആവേശത്തോടെ പറഞ്ഞു, ഗുരുജി, ഇത് ശരിക്കും അത്ഭുതകരമാണ്. അതായത് വെറുമൊരു സാധാരണ ചായയ്ക്ക് എന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. ഗുരുജി തലയാട്ടിക്കൊണ്ടു പറഞ്ഞു, തീർച്ചയായും. എന്നാൽ നിന്റെ മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന മറ്റൊരു ആഴത്തിലുള്ള ഗുണം കൂടി ഇതിനുണ്ട്. ഇനി നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗുണം കേൾക്കൂ. നാലാമത്തെ ഗുണം വിശപ്പ് നിയന്ത്രിക്കൽ. ഗുരുജി പറഞ്ഞു, മകനെ, ഈ ചായയുടെ നാലാമത്തെ പ്രധാന ഗുണം വിശപ്പിനെ നിയന്ത്രിക്കുക എന്നതാണ്. അനാവശ്യമായി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കുറച്ച് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൽ ഓവർ ഈറ്റിംഗ് നിന്ന് ഇത് നിന്നെ രക്ഷിക്കും. യുവാവ് ആകാംക്ഷയോടെ ചോദിച്ചു, ഗുരുജി, വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന വല്ലതുമുണ്ടോ? ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു ചെറിയ ഉദാഹരണം തരാം. നിന്റെ മുന്നിൽ ഒരു പാത്രത്തിൽ രുചികരമായ മധുരപലഹാരങ്ങൾ വച്ചിരിക്കുന്നുവെന്ന് കരുതുക. നിനക്കത് കഴിക്കാൻ വലിയ ആഗ്രഹം തോന്നുന്നു. എന്നാൽ ആ സമയത്ത് ഈ മധുരപലഹാരങ്ങൾ അമിതമായ പഞ്ചസാരയും എണ്ണയും കൊണ്ടുണ്ടാക്കിയതാണെന്നും അത് നിന്റെ ശരീരത്തിന് ദോഷകരമാണെന്നും ആരെങ്കിലും നിന്നോട് പറഞ്ഞു എന്നിരിക്കട്ടെ. ഇപ്പോൾ ചിന്തിക്കൂ, നിന്റെ കഴിക്കാനുള്ള ആഗ്രഹം കുറയുമോ? യുവാവ് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുജി, അതെ, എന്തെങ്കിലും ദോഷം ചെയ്യുമെന്നറിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് കഴിക്കുന്നത് ഒഴിവാക്കും. പക്ഷേ ഇത് മാനസികമായ കാര്യമല്ലേ? ഇതിൽ എന്റെ ചായ എങ്ങനെ സഹായിക്കും? ഗുരുജി വിശദീകരിച്ചു, മകനെ, വിശപ്പ് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ശരീരത്തിന്റെ യഥാർത്ഥ വിശപ്പും രണ്ടാമത്തേത് മനസ്സിന്റെ കള്ളവിശപ്പും. ശരീരത്തിന് ഊർജ്ജം ആവശ്യമായി വരുമ്പോഴാണ് യഥാർത്ഥ വിശപ്പ് ഉണ്ടാകുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാതെ രുചിക്കു വേണ്ടി മാത്രം കഴിക്കുന്നു. ഇതിനെയാണ് കള്ളവിശപ്പ് എന്ന് പറയുന്നത്. യുവാവ് തലയാട്ടി, അതെ ഗുരുജി, പലപ്പോഴും വയർ നിറഞ്ഞിരുന്നാലും എന്തെങ്കിലും കഴിക്കാൻ തോന്നാറുണ്ട്. ഗുരുജി പറഞ്ഞു, ഈ കള്ളവിശപ്പാണ് അമിതവണ്ണത്തിന് ഏറ്റവും വലിയ കാരണം. എന്നാൽ നീ നിന്റെ ചായയിൽ പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ഇടുമ്പോൾ അത് നിന്റെ വിശപ്പിനെ സന്തുലിതമാക്കും. യുവാവ് അത്ഭുതത്തോടെ ചോദിച്ചു, ഗുരുജി, ഇതെങ്ങനെ സാധ്യമാകും? ഗുരുജി വിശദീകരിക്കാൻ തുടങ്ങി, പെരിഞ്ജീരകത്തിൽ വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നിപ്പിക്കുന്ന പ്രകൃതിദത്ത ഘടകങ്ങളുണ്ട്. അതിനാൽ കൂടെ കൂടെ കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാവില്ല. അതേസമയം കറുവാപ്പട്ട രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നു. ഇതുമൂലം പെട്ടെന്ന് മധുരം കഴിക്കാനുള്ള ആഗ്രഹം കുറയുന്നു. യുവാവ് ഞെട്ടിപ്പോയി പറഞ്ഞു, ഓ, അതായത് ഈ ചായ എന്നെ കൂടെ കൂടെ കഴിക്കുന്ന ശീലത്തിൽ നിന്ന് രക്ഷിക്കും. ഗുരുജി സമ്മതിച്ചു, തീർച്ചയായും. വിശപ്പ് നിയന്ത്രണത്തിലാകുമ്പോൾ നീ ആവശ്യമില്ലാതെ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കും. സാവധാനം നിന്റെ ഭാരം തനിയെ കുറയാൻ തുടങ്ങും. യുവാവ് ആവേശത്തോടെ പറഞ്ഞു, ഗുരുജി, ഇനി മുതൽ ഞാൻ തീർച്ചയായും ഈ ചായ എന്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തും. ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഈ ചായ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും സന്തുലിതമാക്കുന്നു. എന്നാൽ നിന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും മെച്ചപ്പെടുത്തുന്ന ഇതിന്റെ മറ്റൊരു ആഴത്തിലുള്ള ഗുണം കൂടി കേൾക്കൂ. മാനസിക ഗുണങ്ങൾ. ഗുരുജി തുടർന്ന് വിശദീകരിച്ചു, ഇക്കാലത്ത് ആളുകൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും രോഗികളാകുന്നു. ആശങ്ക, സമ്മർദ്ദം, മാനസിക ക്ഷീണം എന്നിവ നമ്മുടെ തലച്ചോറിനെ ആഴത്തിൽ ബാധിക്കുന്നു. എന്നാൽ നിനക്കറിയാമോ, പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കുന്നു. യുവാവ് ആകാംക്ഷയോടെ ചോദിച്ചു, ഗുരുജി, അതെങ്ങനെ? ഗുരുജി പറഞ്ഞു, മകനെ, പെരിഞ്ജീരകത്തിൽ ഞരമ്പുകളെ ശാന്തമാക്കി തലച്ചോറിനെ തണുപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇത് നല്ല ഉറക്കം നൽകാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. അതേസമയം കറുവാപ്പട്ട ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ വർദ്ധിപ്പിച്ച് മൂഡ് മെച്ചപ്പെടുത്തുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ അനാവശ്യമായ ടെൻഷൻ ഉണ്ടാവില്ല. നിന്റെ ശരീരം മുഴുവൻ ഊർജ്ജസ്വലമായിരിക്കും. ചായ ഉണ്ടാക്കുന്ന വിധം. തുടർന്ന് ഗുരുജി പറഞ്ഞു, മകനെ, ഇനി ഞാൻ നിനക്ക് ഈ ചായ ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതി പറഞ്ഞുതരാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന്റെ ഔഷധഗുണങ്ങൾ ശരീരത്തിൽ ഫലം ചെയ്യൂ. ശ്രദ്ധിച്ചു കേൾക്കൂ, ഇത് നിന്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തൂ. ആദ്യം നിങ്ങൾ ഒരു പാനിൽ 2 കപ്പ് വെള്ളമെടുക്കണം. ഇത് ഗ്യാസിൽ വെച്ച് ഇടത്തരം തീയിൽ
മീഡിയം ഫ്ലെയിം ചെറുതായി ചൂടാക്കുക. ശ്രദ്ധിക്കുക, വെള്ളം വല്ലാതെ തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ ഔഷധങ്ങളിടണം, എങ്കിലേ അവയുടെ ഗുണങ്ങൾ നശിക്കാതിരിക്കൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകമിടുക. പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ടാൽ അതിന്റെ സത്ത് വെള്ളത്തിൽ നന്നായി ലയിക്കും. പെരിഞ്ജീരകം ശരീരത്തിന് തണുപ്പ് നൽകുന്നതോടൊപ്പം ദഹനം മെച്ചപ്പെടുത്തുകയും അനാവശ്യ വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇടുക. കറുവാപ്പട്ട പൊടിയാണ് ഇടുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. കറുവാപ്പട്ട മെറ്റബോളിസം വേഗത്തിലാക്കുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അധിക കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത് ശരീരത്തിലെ ഷുഗർ ലെവൽ സന്തുലിതമായി നിലനിർത്തുന്നു. ഇത് മധുരം കഴിക്കാനുള്ള അനാവശ്യ ആഗ്രഹം കുറയ്ക്കുന്നു. ഇനി ഈ മിശ്രിതം 5 മുതൽ 7 മിനിറ്റ് വരെ ചെറുതീയിൽ വേവിക്കാൻ അനുവദിക്കുക. ഇത് നന്നായി തിളയ്ക്കട്ടെ. അങ്ങനെ പെരിഞ്ജീരകത്തിലെയും കറുവാപ്പട്ടയിലെയും എല്ലാ പോഷകങ്ങളും വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കും. ചെറുതീയിൽ തിളപ്പിക്കുമ്പോൾ ഇതിന്റെ ഔഷധഗുണങ്ങൾ കൂടുതൽ ഫലപ്രദമാകുന്നു. ചായയുടെ നിറം ഇളം സ്വർണ്ണ നിറമാകുകയും നല്ല മണം വരാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നാൽ ഇത് ഉടനെ അരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചായ 1-2 മിനിറ്റ് മൂടിവെക്കുക. അങ്ങനെ അതിലടങ്ങിയ എല്ലാ പ്രകൃതിദത്ത ഘടകങ്ങളും വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കും. ഇനി ഇത് ഒരു കപ്പിലേക്ക് അരിച്ചെടുക്കുക. നിനക്ക് ചെറിയ മധുരം ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ തേൻ ചേർക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, ചായയുടെ ചൂട് കുറഞ്ഞ് ഇളം ചൂടാകുന്നതുവരെ തേൻ ചേർക്കരുത്. കാരണം അമിത ചൂടുവെള്ളത്തിൽ തേൻ അതിന്റെ ഔഷധഗുണങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം. രുചിയും ഗുണവും കൂട്ടാൻ ഇതിലേക്ക് കുറച്ചു തുള്ളി നാരങ്ങാനീരും ചേർക്കാം. ഇത് ശരീരത്തെ കൂടുതൽ ഡിറ്റോക്സ് ചെയ്യുകയും ചായയുടെ രുചി കൂടുതൽ ഫ്രഷ് ആക്കുകയും ചെയ്യും. എന്നാൽ നാരങ്ങ ചേർക്കുന്നത് നിർബന്ധമല്ല. നിനക്ക് അതിന്റെ രുചി ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇപ്പോൾ നിന്റെ ആയുർവേദ വെയ്റ്റ് ലോസ് ചായ പൂർണ്ണമായും തയ്യാറായി. സമാപനം. ഗുരുജി പറഞ്ഞു, മകനെ, ഇപ്പോൾ ഈ ചായ ഉണ്ടാക്കാൻ പഠിച്ച സ്ഥിതിക്ക് ഇത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ഇത് ദിവസവും കുടിക്കൂ. എന്നിട്ട് നിന്റെ ശരീരം തനിയെ എങ്ങനെ സന്തുലിതമാകുന്നു എന്ന് നോക്കൂ. അദ്ദേഹം യുവാവിനെ നോക്കി ഉപദേശിച്ചു, ഭാരം കുറയ്ക്കുന്നത് ഒരു മാജിക്കല്ല, ഇതൊരു പ്രക്രിയയാണ്. നീ ഈ ചായ ക്രമമായി കുടിക്കാൻ തുടങ്ങുമ്പോൾ സാവധാനം നിന്റെ ശരീരം തനിയെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാൻ തുടങ്ങും. നിനക്ക് വേറെ കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യം വരില്ല. ക്ഷമയും സംയമനവും ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗപ്രദമായി തോന്നിയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യുക. അങ്ങനെ അവർക്കും ഇതിന്റെ ഗുണം ലഭിക്കട്ടെ. നന്ദി.